എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് എഗ് ഫ്രൈഡ് റൈസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും ആവശ്യമാണ്. റൈസിന് നമ്മൾ ബസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരി നന്നായി കഴുകിയതിന് ശേഷം 15 മിനിറ്റ് കുതിർത്തി വയ്ക്കുക. അതിനുശേഷം അത് വാരി വെച്ചതിന് ശേഷം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. അരി വേവിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1/2 ടീസ്പൂൺ ഓയിലും ഒഴിച്ച് അത്യാവശ്യം വേണ്ട ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് അരി നന്നായി വേവിച്ചെടുക്കാം. വെള്ളം അളവ് അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അതായത് വെള്ളം കൂടുതലായിരിക്കണം, നല്ല വെള്ളത്തിൽ വേണം അരി വേവിച്ചെടുക്കാൻ, എങ്കിലേ ഇങ്ങനെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. 1/4 ഭാഗത്തോളം വേവായി കഴിഞ്ഞാൽ റൈസ് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കാം. എന്തിനാ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അരി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ റൈസ് കുറച്ചുകൂടി സ്റ്റിഫായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയുന്നത്. നമ്മൾ 5 മുട്ടകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മുട്ട ഉടച്ചതിന് ശേഷം നമ്മൾ ആവശ്യം വേണ്ട ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. നമ്മളിവിടെ പെപ്പർ പൗഡർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ സോൾട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലായിടത്തേക്കും സ്പ്രെഡായി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് അതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ മുട്ട ചിക്കിയെടുക്കാവൂ. നല്ല രീതിയിൽ മുട്ട ചിക്കിയെടുക്കാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴേ നന്നായിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുട്ട ചിക്കിയെടുക്കുക. അപ്പോൾ നന്നായി മുട്ട ചിക്കിയെടുക്കാം. നന്നായി നല്ല കുക്കായതിന് ശേഷം നമ്മൾ ഈ മുട്ട ചിക്കിയത് നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനിയാണ് നമ്മുടെ മെയിൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് സ്റ്റൗവിൽ വെക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ക്യാരറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ ബീൻസ് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ്. ആദ്യം ക്യാരറ്റ്, ബീൻസ്, പട്ടാണി വേണ്ടവർക്ക് പട്ടാണി യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് പട്ടാണി, ക്യാപ്സിക്കം, നമ്മൾ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം വെജിറ്റബിൾസ് സോർട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ക്യാപ്സിക്കം ബാക്കിയുള്ള പട്ടാണിയും കൂടെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ തവി മാറ്റി വയ്ക്കരുത്. നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് നമ്മൾ റൈസിൽ ഉപ്പിട്ടുണ്ടായിരിക്കും, അത് ഓർമ്മ വേണം. ഇതിൽ കുറച്ചും കൂടി തരി ഉപ്പിടാം, അത് ആലോചിച്ചതിന് ശേഷം മാത്രം ഇടണം കേട്ടോ. കുറച്ച് ഉപ്പിടാം. സ്പൈസ് ആവണം എന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നമ്മളൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെജിറ്റബിൾസ് നന്നായി സോർട്ട് ആവുന്നത് വരെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്ന് വഴറ്റ് നന്നായി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഫ്ലെയിം കുറയ്ക്കൊന്നും വേണ്ട, ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിലോട്ട് സോസുകൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ സോസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ റൈസിൻ്റെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സോയാ സോസാണ് ഒഴിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഡാർക്ക് സോയാ സോസാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റും ഡാർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കളറ് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഡാർക്ക് ആയതുകൊണ്ട് 3 ടീസ്പൂൺ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി സോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും 3 ടീസ്പൂൺ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
3 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സോസുകളൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ മുട്ട ചിക്കിയത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ മുട്ട ചിക്കിയത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. വെജിറ്റബിൾസും ഈ മുട്ടയും കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മളോട്ട് അതിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. പക്ഷേ റൈസ് ഒന്നും പൊട്ടി പോകരുത്, പൊട്ടാതെ നല്ല രീതിയിൽ എല്ലാ വെജിറ്റബിൾസും ഒന്ന് സ്പ്രെഡ് ആക്കുക. സോസുകളെല്ലാം റൈസിലോട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. റൈസ് പൊട്ടി പോകാതെ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി ഇളക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ മണം വരുന്നുണ്ടാവും. ഇളക്കിയതിന് ശേഷം നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്